വേൾഡ് വാർ 3 മൂന്നാം ലോക മഹായുദ്ധം എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൂന്നാം ലോക മഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വലിയ ബോംബ് സ്ഫോടനങ്ങളും മിസൈലുകളും ആണവായുധങ്ങളും ഒക്കെ ആയിരിക്കാം. എന്നാൽ വിദഗ്ധർ പറയുന്നത് മറ്റൊന്നാണ്. അടുത്ത ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് വെടിയച്ചുകളോടെ ആയിരിക്കില്ല, മറിച്ച് മാരകമായൊരു സൈലന്റ് അറ്റാക്കിലൂടെ ആയിരിക്കും. ലോകം ഒന്നാകെ ഒരു ഡിജിറ്റൽ കോമയിലേക്ക് പോകുന്നതോടെ ആയിരിക്കും ഇത് സംഭവിക്കുക. ആകാശത്ത് മിസൈലുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് റേഞ്ച് അപ്രത്യക്ഷമാകും. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കും. നിങ്ങളുടെ വീടിന് മുന്നിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നേക്കുമായി അണയും. യുദ്ധം അതിർത്തിയിലല്ല, നമ്മുടെയൊക്കെ വീടിനുള്ളിലാകാൻ തുടങ്ങാൻ പോകുന്നത്. തോക്കുകളേക്കാൾ മാരകമായൊരു വൈറസ് അല്ലെങ്കിൽ ഒരു ബഗ് വഴി ലോകത്തെ എങ്ങനെ നിശ്ചലമാക്കാമെന്ന് ശത്രുരാജ്യങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. രക്തം ചിന്താത്ത എന്നാൽ ശവപ്പറമ്പുകളേക്കാൾ ഭയാനകമായ നിശബ്ദ യുദ്ധതന്ത്രം എന്താണ്? അനലിസ്റ്റുകൾ ഭയപ്പെടുന്ന ആ 0 ഡേ അറ്റാക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് വെറും ഒരു യുദ്ധമല്ല, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിന്റെ അവസാനമായിരിക്കാം. സാധാരണ യുദ്ധങ്ങളിൽ സൈനികർ അതിർത്തികളിൽ ഏറ്റുമുട്ടുന്നു. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിൽ ഒന്നാം അംഗം നടക്കുന്നത് സൈബർ സ്പേസിലാണ്. പ്രമുഖ അനലിസ്റ്റ് സ്കോട്ട് ഷാക്കൽഫോർഡ് പറയുന്നത് യുദ്ധത്തിന്റെ ആദ്യ ലക്ഷ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും ആയിരിക്കുമെന്നാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഇല്ല, ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല, ATM-ൽ പോയാൽ കാശ് കിട്ടുന്നില്ല, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തായിരിക്കും? ഒരു മാസീവ് സൈബർ അറ്റാക്ക്. ശത്രുരാജ്യം ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ ബാക്ക് ബോൺ തകർക്കുക എന്നതാണ്. പണമില്ലാതെ ആശയവിനിമയം നടത്താൻ പറ്റാതെ ഒരു രാജ്യം മൊത്തം നിശ്ചലമാകും. ഇതിനെയാണ് ഇൻവിസിബിൾ വാർ എന്ന് വിളിക്കുന്നത്. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു ജനതയെ ഒന്നാകെ പട്ടിണിയിലേക്കും പരിഭ്രാന്തിയിലേക്കും തള്ളിയിടാൻ ഈ ഡിജിറ്റൽ ബഗുകൾക്ക് സാധിക്കും. നമ്മുടെ ജീവിതം ഇന്ന് എത്രത്തോളം GPS-നെ ആശ്രയിച്ചാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ വഴി അറിയാൻ മാത്രമല്ല GPS ഉപയോഗിക്കുന്നത്. ലോകത്തെ മുഴുവൻ ലോജിസ്റ്റിക്സും ഇതിലാണ് ഓടുന്നത്. ഇനി ഈ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ശത്രുക്കൾ ചെയ്യാൻ പോകുന്നത് ഈ GPS സിഗ്നലുകൾ ജാം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യും. ഫലം എന്തായിരിക്കും? ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾക്ക് വഴിതെറ്റുന്നു. കടലിലെ കൂറ്റൻ കപ്പലുകൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം വരുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലാണ്. സാധനങ്ങൾ എത്തുന്ന ട്രക്കുകൾ നിലയ്ക്കും. ഒരാഴ്ച കൊണ്ട് കടകളിൽ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും തീരും. വികസിത രാജ്യങ്ങൾ പോലും ഈ ഘട്ടത്തിൽ തകർന്നു പോകും. ഈ ഘട്ടത്തിൽ യുദ്ധം അതിർത്തികളിൽ നിന്ന് മാറി ഓരോ വ്യക്തിയുടെയും സ്വീകരണ മുറിയിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും എത്തിച്ചേരും. യുദ്ധം തുടങ്ങിയ വിവരം പോലും കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം വാർത്താവിനിമയ ഉപാധികൾ അപ്പോഴേക്കും തകർന്നിട്ടുണ്ടാകാം. ഒരു മിസൈൽ പോലും ഏൽക്കാതെ നഗരങ്ങൾ നരക തുല്യമാകും. ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാകും. ഇനി നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോകാം. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ യുദ്ധം ഭൂമിയിൽ മാത്രമല്ല, ബഹിരാകാശത്തേക്കും വ്യാപിക്കും. ഇന്ന് ഭൂമിയിലെ ഓരോ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതിൽ ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങൾക്ക്, സാറ്റലൈറ്റ്സിന് വലിയ പങ്കുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണം മുതൽ സൈനിക നീക്കങ്ങൾ വരെ ഈ ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. വെന്റി വിറ്റ്മാൻ കോപ്പ് തുടങ്ങിയ സ്പേസ് ഡിപ്ലോമസി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ലോകരാജ്യങ്ങളുടെ പക്കൽ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളെ അന്ധമാക്കാനുള്ള ടെക്നോളജി ഉണ്ട്. വൻകിട വാണിജ്യ ഉപഗ്രഹങ്ങളും സൈനിക ഉപഗ്രഹങ്ങളും ലക്ഷ്യം വയ്ക്കുന്നതോടെ ഈ ലോകം ഇരുട്ടിലാകും. ശത്രുവിനെ ഇരുട്ടിലാക്കണമെങ്കിൽ അവരുടെ സാറ്റലൈറ്റുകൾ തകർക്കണം. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ബഹിരാകാശത്ത് ഒരു ഉപഗ്രഹം തകർത്താൽ അത് ആയിരക്കണക്കിന് ചെറിയ ചീളുകളായി മാറും. ഈ ചീളുകൾ മറ്റു ഉപഗ്രഹങ്ങളിൽ പോയി ഇടിക്കും. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ കെസ്ലർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇത് സംഭവിച്ചാൽ ഭൂമിക്ക് ചുറ്റും ഒരു മാലിന്യ ജയിൽ രൂപപ്പെടും. ഫലമോ? വരും തലമുറകൾക്ക് പോലും സ്പേസ് യാത്ര അസാധ്യമാകും. ഇന്റർനെറ്റും കാലാവസ്ഥാ നിരീക്ഷണവും സൈനിക കമ്മ്യൂണിക്കേഷനും എന്നേക്കുമായി നിലയ്ക്കും. ലോകം വീണ്ടും 19-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ അതിലും പിന്നിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, സാറ്റലൈറ്റ് പോയാലും നമുക്ക് ഇന്റർനെറ്റ് കാണില്ലേ എന്ന്. ഇനിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ലോകത്തെ 95% ഇന്റർനെറ്റ് ഡേറ്റയും കൈമാറുന്നത് കടലിനടിയിലൂടെ കിടക്കുന്ന അണ്ടർസീ ഫൈബർ ഓപ്റ്റിക് കേബിൾസ് വഴിയാണ്. പീറ്റർ സിംഗർ നിരീക്ഷിക്കുന്നത് പോലെ ഈ കേബിളുകൾ മുറിക്കപ്പെട്ടാൽ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധം അപ്പാടെ അറ്റുപോകും. അന്തർവാഹിനികൾ ഉപയോഗിച്ച് ഈ കേബിളുകൾ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അമേരിക്കയിലോ യൂറോപ്പിലോ എന്ത് നടക്കുന്നുവെന്ന് ഏഷ്യയിലുള്ളവർക്ക് അറിയാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയും ഗൂഗിളും എല്ലാം ഡെഡ് ആകും. ലോകം വീണ്ടും ഒറ്റപ്പെട്ട ദ്വീപുകളുടെ കൂട്ടമായി മാറും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ബ്ലാക്ക് ഔട്ട് സംഭവിക്കും. പഴയ കാലത്തെ പോലെ സൈനികർ മുഖാമുഖം നിൽക്കുന്ന യുദ്ധമല്ല ഇനി വരുന്നത്. ഇന്ന് നമ്മുടെ പക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉണ്ട്. മനുഷ്യന്റെ നിയന്ത്രണമില്ലാതെ തന്നെ ലക്ഷ്യം കണ്ടെത്തി ആക്രമിക്കുന്ന ഡ്രോണുകൾ, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ,
ഇതൊക്കെ തന്നെ യുദ്ധത്തിന്റെ വേഗത ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കും. മനുഷ്യന് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സമയം കിട്ടുന്നതിന് മുൻപേ തന്നെ AI അൽഗോരിതംസ് തിരിച്ചടി നൽകിയിട്ടുണ്ടാകാം. ഇത് കാര്യങ്ങളെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. നമ്മൾ കെട്ടിപ്പടുത്ത ഈ മനോഹരമായ ആധുനിക നാഗരികത വെറും ദിവസങ്ങൾക്കുള്ളിൽ ചീട്ടുകൊട്ടാരം പോലെ തകരാൻ ഈ സാങ്കേതിക വിദ്യകൾ മാത്രം മതി. 2026 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പല പ്രമുഖ രാജ്യങ്ങളും അവരുടെ സൈബർ സുരക്ഷയും ബഹിരാകാശ പ്രതിരോധവും റെക്കോർഡ് വേഗതയിലാണ് വർദ്ധിപ്പിക്കുന്നത്. റഷ്യ, യുക്രൈൻ, മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ ഇതിനോടകം തന്നെ ഇത്തരം ഹൈബ്രിഡ് യുദ്ധമുറകൾക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. തായ്വാൻ കടലിടുക്കിലെ അസ്വസ്ഥതകളും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആണവായുധങ്ങൾ എന്ന ഭീഷണിയേക്കാൾ ഇന്ന് ലോകം ഭയപ്പെടുന്നത് ഇത്തരം നിശബ്ദമായ തകർച്ചയെ തന്നെയാണ്. ഇതൊരു പേടിപ്പെടുത്തുന്ന കഥയല്ല, മറിച്ച് നമ്മുടെ മുന്നിലുള്ള കടുത്ത യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി അനലിസ്റ്റുകൾ ഭയപ്പെടുന്ന അടുത്ത നിമിഷം സംഭവിക്കാവുന്ന ഒരു പ്ലാൻ മാത്രമാണിത്. ടെക്നോളജി നമ്മളെ എത്രത്തോളം കരുത്തരാക്കിയോ അത്രത്തോളം തന്നെ ദുർബലരാക്കിയിട്ടുമുണ്ട്. ഒരു സ്വിച്ച് ഇടുന്നത് പോലെ ലോകത്തെ നിശ്ചലമാക്കാൻ ഇന്ന് ആധുനിക ആയുധങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ഈ ആധുനിക നാഗരികത ഒരു ഡിജിറ്റൽ നൂലിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ആ നൂലൊന്ന് മുറിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പടുത്ത ഈ വികസനമെല്ലാം വെറും ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു വീഴും. മൂന്നാം ലോക മഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ടത് അതിർത്തിയിലെ ടാങ്കുകളെ നോക്കിയല്ല, മറിച്ച് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ എപ്പോൾ വേണമെങ്കിലും ഓഫ് ആകാമെന്ന യാഥാർത്ഥ്യത്തെ ഓർത്തായിരിക്കണം. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ മൂന്നാം ലോക മഹായുദ്ധം ഏത് ആയുധം കൊണ്ടാണോ പോരാടുക എന്ന് എനിക്കറിയില്ല, പക്ഷെ നാലാം ലോക മഹായുദ്ധം കല്ലും വടിയും കൊണ്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.